കിഷോർ സാറും ശരണ്യ മാമും വളരെ നല്ല രീതിയിൽ, അതായത് ഈ ആക്ടിവിറ്റീസോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അത് അത്രയും നല്ല ഒരു ബെനിഫിറ്റ്സ് ആണ്. എനിക്കിത് വളരെ നല്ലൊരു ഗുഡ് റിസൾട്ട് നൽകുന്നുള്ളത് എനിക്കല്ല, എല്ലാവർക്കും ഉറപ്പാണ്. എന്തായാലും ഇത് ഞങ്ങളുടെ മുന്നോട്ടുള്ള കരിയറിൽ ഞങ്ങളുടെ ലൈഫിലൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. ഒത്തിരി സ്നേഹത്തോടെ നന്ദി. നമുക്ക് നല്ലൊരു എന്താ പറയുക ക്ലാസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സെയിൽസ് കൈകാര്യം ചെയ്യാൻ പറ്റുക, കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും, അതിലൂടെ നമുക്ക് എങ്ങനെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഒരു സിമ്പിൾ മെത്തേഡിലൂടെ സ്പിൻ എന്ന് പറഞ്ഞ മെത്തേഡിലൂടെ നമുക്ക് ഇത്രയും നേരം ക്ലാസ് എടുത്തു തന്ന കിഷോർ സാറിനും ശരണ്യ മാമിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഡെയിലി കോൾസ് ചെയ്തതാണ്, സെയിൽസ് ചെയ്തതാണ് കൂടി നമ്മളുടെ മൈൻഡിൽ പോലും അറിയില്ല ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് ഒരുപാട് ചെറു പറഞ്ഞു. ഇത്രയും നല്ലൊരു വണ്ടർഫുൾ സെക്ഷൻ കൈകാര്യം ചെയ്ത കിഷോർ സാറിനും ശരണ്യ മാമിനും പ്രത്യേകം നന്ദി പറയാണ്. സെയിലിംഗ് ടെക്നിക്സ് ഞങ്ങൾ സാറായിട്ട് പല ക്ലാസ്സുകളും ഇതിക്ക് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ഒരു ക്ലാസ്സുകളിലൊന്നും കേൾക്കാത്ത പല സെയിൽസ് ടെക്നിക്സും ഈ ക്ലാസ്സുകളിൽ അറിയാൻ സാധിച്ചു. നമ്മൾ എപ്പോഴും കസ്റ്റമറുടെ മുമ്പിൽ നല്ലൊരു ലിസണർ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ അവർ പറയുന്ന പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ച് അവരുടെ ആവശ്യം എന്താണോ അത് പിച്ച് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കുള്ള പല ടെക്നിക്സ് ഇരുന്നത് കിട്ടി. അപ്പോൾ ഒത്തിരി നന്ദി. താങ്ക് യു സർ. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ വേറെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു സെയിൽസിന്റെ ട്രെയിനിങ് കൂടിയിരുന്നു നേരത്തെ. പിന്നെ അത് എനിക്ക് കൂടാൻ പറ്റിയില്ല, കാരണം ഞാൻ ബാക്ക് എൻഡിലാണ്. അതുകൊണ്ട് എനിക്ക് സെയിൽസിന് വേറെ അങ്ങനെയൊന്നും കൂടാനില്ല. അപ്പം ഇവിടെ സാറ് വന്നിട്ടാണ് ഞങ്ങൾ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പം കഴിഞ്ഞ മാസം ഞങ്ങൾ സെയിൽസ് അച്ചീവ് ചെയ്തു, ടാർഗറ്റ് അച്ചീവ് ചെയ്തു ഞങ്ങളെല്ലാവരും. അപ്പം അത് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയത് കൊണ്ടാണ്. കാരണം അതിന് മുമ്പ് വരെ ആകാതിരുന്ന പിള്ളേർ പോലും ഈ ഒരു സെയിൽസ് ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരാണെങ്കിലും സഹായിക്കുന്നു. കാരണം സാർ ഇപ്പം പറഞ്ഞു തന്നു ഞങ്ങൾക്ക്, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നിപ്പോൾ എനിക്ക് മനസ്സിലായതായിരിക്കില്ല വേറൊരാൾക്ക് മനസ്സിലായത്. അപ്പം അതിപ്പം ജയിൻ ചേച്ചി ഞങ്ങളുടെ ടീയിലാണ്, പുള്ളിക്കാരാണെങ്കിലും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ചില സമയത്ത് ഞങ്ങൾ ജോസഫ് സാറിന് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ സാറ് ക്വസ്റ്റ്യൻ ചോദിക്കും ഈ കാര്യത്തെക്കുറിച്ചല്ലേ. അപ്പം ഞങ്ങൾക്കത് സെയിൽസിൽ കുറേ ഇംപ്ലിമെന്റേഷൻസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി. പക്ഷെ അന്ന് കേട്ടതിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ കുറച്ച് വ്യത്യാസമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ കസ്റ്റമറിനോട് ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? കാര്യമില്ല, ഞങ്ങൾ അത്ര ആലോചിച്ചിട്ടില്ല ഇതുവരെ. ഇത്തരം ക്വസ്റ്റ്യൻസ് കസ്റ്റമറിനോട് ചോദിക്കാനുണ്ട്. അവർക്ക് ഇത്തരം അങ്ങനെ ചോദിച്ചാൽ ഇത്തരം പ്രോബ്ലംസ് അവർ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ, അവരുടെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്ര കുറച്ച് ടിപ്പ് പോയിന്റ്സ് മതിയായിരുന്നോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ശരിക്കും ഞങ്ങൾക്ക് അതിപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്ര അറിയില്ലായിരുന്നു. താങ്ക് യു വെരി മച്ച് മാം. കാരണം ആദ്യമൊന്നും മനസ്സിലായില്ല, എന്നാലും ഞങ്ങൾ അത് കേട്ടുകൊണ്ടിരുന്നു. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഓരോ വീഡിയോകളിൽ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി, എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും തന്നെ. അപ്പം അതുമില്ലാതെ ഇതിൻ്റെ ഓരോ പോയിന്റ്സ് ഒക്കെ പറയാൻ വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിനു വേണ്ടി തന്നെ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളൊരിതുണ്ട്. കാരണം ഓരോ പോയിന്റ് വരുമ്പോൾ ഓരോ പോയിന്റ്സ് കിട്ടും ഞങ്ങൾക്ക്. അപ്പം ഇവിടെയുള്ള എല്ലാവരാണെങ്കിലും എല്ലാവരും ബിഹാഫായിട്ട് തന്നെ ഞാൻ എന്നോട് താങ്ക് യു സോ മച്ച് സർ ആൻഡ് മാം. കാരണം ഞങ്ങൾക്ക് ഒത്തിരി അറിവ് കിട്ടിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. കാരണം സെയിൽസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത ഒരാൾക്ക് ഇത് കഴിക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ഓക്കെ ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പം ഒത്തിരി താങ്ക്സ് സാറിനും